കേരളത്തിൽ ഓൺലൈൻ വിൽപ്പനയ്ക്കൊരുങ്ങി ബി.ജെ.പി. ഭരിക്കുന്ന ഗോവ സർക്കാർ. ഇത് സംബന്ധിച്ച് സംസ്ഥാനം ഓൺലൈൻ ലോട്ടറി നിരോധിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്രത്തിന് സംസ്ഥാനം കത്തയക്കുകയും ചെയ്തു. ഓൺലൈൻ ലോട്ടറികളുടെ ചതിക്കുഴി ആദ്യം തിരിച്ചറിഞ്ഞ സംസ്ഥാനമാണ് കേരളം. ഇതിനെ തുടർന്നാണ് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഓൺലൈൻ ലോട്ടറി വിൽപ്പന നിരോധിച്ചത്. വൻകിട ചൂതാട്ട കമ്പനികളുമായി നിയമയുദ്ധം നടത്തി സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി നേടുകയും ചെയ്തു. എന്നാൽ കേരളത്തിൽ ഓൺലൈൻ ലോട്ടറി വിൽക്കാനുള്ള നീക്കത്തിലാണ് ബി.ജെ.പി. ഭരിക്കുന്ന ഗോവ സർക്കാർ. റിദ്ധി സ്പോർട്സ്, ദുസാൻ ഇൻഫോടെക് എന്നീ സ്വകാര്യ കമ്പനികളുമായി ചേർന്നാണ് ഗ്രേറ്റ് ഗോവ ഗെയിംസ് എന്ന പേരിൽ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ചത്. ഇതിലുള്ള എതിർപ്പ് കേരളം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഓൺലൈൻ ലോട്ടറി നിരോധനം നിലവിലുള്ള കേരളത്തിൽ ഗോവ ലോട്ടറിയുടെ വിൽപ്പന നിരോധിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ജനങ്ങളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതാണ് ഓൺലൈൻ ലോട്ടറി ചതിക്കുഴിയെന്ന് ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുൻ ചെയർമാൻ എം.വി. ജയരാജൻ ചൂണ്ടിക്കാട്ടി. പേപ്പർ ലോട്ടറിക്ക് വേണ്ടി മാത്രമാണ് കേരളം നിലകൊള്ളുന്നത്. ഓൺലൈൻ ലോട്ടറിയുടെ ദുരന്തം നേരത്തെ തിരിച്ചറിഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്തിലെ ജനങ്ങളും അത് തിരിച്ചറിഞ്ഞതാണ്. ഇന്നിപ്പോൾ സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ തുടർന്ന് ഗോവൻ സർക്കാർ ഒരു ഓൺലൈൻ ലോട്ടറി അവിടെ അനുമതി നൽകുമ്പോൾ അതിനർത്ഥം ലോകമാകെ ആ ഓൺലൈൻ ലോട്ടറി ഇപ്പോൾ നടത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ നിന്നും ഓൺലൈൻ ലോട്ടറി നടത്താമെന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന് നിയമപരമായ പഴുത് ഇല്ലാത്ത വിധത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നടപടി സ്വീകരിക്കണം. ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമായ കാലത്ത് ഗോവ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ചത് തട്ടിപ്പ് മാഫിയകൾക്ക് സഹായകരമാകും. ഗോവയുടെ ഓൺലൈൻ ലോട്ടറിക്ക് കേന്ദ്രം പച്ചക്കൊടി കാട്ടുന്നത് വൻകിട കമ്പനികൾക്ക് വേണ്ടിയാണെന്നും വിമർശനമുണ്ട്. ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിൻ്റെ സ്ഥാപനമായ ഫ്യൂച്ചർ ഗെയിമിംഗ് ഇലക്ട്രൽ ബോർഡ് വഴി 1368 കോടി രൂപ ബി.ജെ.പിക്ക് സംഭാവന നൽകിയതും ഈ ഘട്ടത്തിൽ ചർച്ചയാവുകയാണ്. കൈരളി ന്യൂസ്, കണ്ണൂർ.